മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അബ്ദുൾ. സിനിമ അഡിക്റ്റഡ് ഡബ്ല്യു ഏവർക്കും സ്വാഗതം. ബെത്ലഹേം കുടുംബ യൂണിറ്റ്, എന്താ പറയാ, നമ്മുടെ നിവിൻ പോളി നായകനായിട്ട് വന്ന് ഇതിപ്പോ ഓണം വിന്നർ ആരാന്ന് നമ്മൾക്ക് ഒരു ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കേണ്ട വന്ന അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞ ഒരു കാലങ്ങളല്ല, അവസാനം ഞാൻ നല്ലപോലെ ചിരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ഒരു സിനിമ കാണാനായിട്ട് ചിരിച്ച് നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ ആ വേദന രണ്ട് സൈഡ് വേദന ചിരിച്ചിരിച്ച് വായുടെ വേദനയ്ക്കല്ലേ, ആ ഒരു രീതിയില് തിയേറ്ററിന്റെ അകത്ത് ഇറങ്ങി വന്നത് ഒന്ന് ഭരതനാട്യം 2 മോഹിനിയാട്ടം, രണ്ടാം പാർട്ട് ഇറങ്ങിയ മോഹിനിയാട്ടം. അതാണ് മച്ചാന്മാരെ ഇത്രത്തോളം നമുക്ക് ആ ഒരു ഫീല് തന്നിട്ട് അത്രത്തോളം കോമഡിയും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ചിരിച്ചിറങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് സത്യം പറയാം ഈ മൂവി ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്താ പറയാ, സത്യം പറയാ ഒരു സാധാരണക്കാരന നിലയിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇമോഷണലി കണക്ട് ആകുന്ന ടൈപ്പിലുള്ള ഒരു മൂവി. അത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മാതിരി ലെവല് എന്താ പറയാ കോമഡിയും കാര്യങ്ങളും, എന്താ സാധാരണക്കാരന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു ചെറിയൊരു സിനിമ കൊണ്ടുപോയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരാള്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരാളെ പോയി കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു കണക്ഷൻ തോന്നിയില്ലേ, അതേപോലെ തന്നെ ഒരു ഫീലും, അതുപോലെ തന്നെ പ്രണയവും ഉണ്ട്. ആ പ്രണയത്തിന് കൊടുത്തിരിക്കുന്ന എഫക്റ്റ് അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ ടച്ച് ചെയ്യുന്ന ടൈപ്പ് പ്രണയവും എല്ലാം കൊണ്ട് കോർത്തിണക്കിയ ഒരു കിടിലം പടം എന്ന് വെച്ചാൽ അമ്മാതിരി എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞ വർക്ക് കഴിഞ്ഞ് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, നൈറ്റ് കഴിഞ്ഞ് വന്ന 6 മണിക്ക് കിടന്നുണ്ടെന്നുള്ളൂ. സത്യം പറഞ്ഞ 2 മണിയുടെ ഷോയ്ക്ക് പോയാരെന്ന് വെച്ചാൽ ഞാനാണ്. രാവിലെ ചെറിയൊരു കാരണത്തിൽ ആ സമയത്ത് എഴുന്നേറ്റ് പോയി, ഇല്ല ഞാൻ 2 മണിക്കേ പോകാറുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് എഴുന്നേറ്റ കൊണ്ട് മാത്രം ഞാൻ പോയി കണ്ടേക്കാന്ന് ഓർത്ത്, ചില പടം റിലീസ് അല്ലേ, അപ്പൊ ഇന്ന് തന്നെ പോയി കണ്ടേക്കാം, ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടേക്കാന്ന് ഓർത്ത് പോയി കണ്ടതാണ്. സത്യം പറഞ്ഞ ആ സമയത്ത് പോയി ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടതാണ് ഏറ്റവും വെറുത്ത് മൂവി എന്ന് പറഞ്ഞാൽ മതി. അമ്മാതിരി ഒരു എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞ ഉറക്കം കളഞ്ഞാൽ പോയി, എനിക്ക് ഇപ്പോഴും ഉറക്കം ക്ഷീണമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടക്കാനായിട്ട്. അപ്പൊ എന്നാലും എനിക്ക് ഇതിന്റെ വീഡിയോ എടുത്ത് ഇട്ടാതെ എനിക്ക് കിടക്കാനുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു. അമ്മാതിരി എക്സ്പീരിയൻസ്. എനിക്ക് അത്രത്തോളം ഇത് പടം വർക്കായി, അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് അടിച്ചു പറയാണ് ഈ ഒരു സിനിമ. സത്യം പറഞ്ഞ ഒരുത്തം പോലും ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞ് ഇറങ്ങി വരാൻ എനിക്ക് തോന്നുന്നില്ല. അത് ഒരു സാധാരണക്കാരെന്നല്ലേ, നമ്മുടെ ഏരിയയിലുള്ളത്, നമ്മളെ പോലുള്ള, അല്ലെങ്കിൽ സാധാരണക്കാരെന്ന രീതിയിൽ മാത്രമില്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എല്ലാ പോലെ കണക്ട് ആവുന്ന ടൈപ്പ് ഒരു മൂവിയും കൂടിയാണ്. അതിലിപ്പോ ഓരോരുത്തരുടെ പേര് പറഞ്ഞില്ലേ മോശമാണ് മോനെ, പറഞ്ഞേ പറ്റുള്ളൂ. അമ്മാതിരി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മെയിനായിട്ട് പടത്തിന്റെ ഡയറക്ടർ ഗിരീഷ്. എന്താണ് മച്ചാനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യം പറയാ ജിസ്റ്റോയാണ് സത്യം പറഞ്ഞാൽ മലയാളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഫുള്ള് ഒരു ഫീൽ ഗുഡ് മൂവി എന്ന തലത്തിൽ ഒരു കാറ്റഗറി പെടുത്താവുന്ന മൂവീസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയാണ്, ആ ഒരു ഡയറക്ടറാണ്. നമ്മുടെ അല്ലു അർജുന്റെ വോയിസ് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്ന മനസ്സിലാത്തവരുടെ കാര്യം പറഞ്ഞാണ്. അദ്ദേഹം സത്യം പറയാൻ നോർമലി ഒരു ഫീൽ ഗുഡ് എന്ന് പറഞ്ഞ ഒരു മൂവീസ് ഒക്കെ മലയാളത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹമായിരുന്നു. ഇപ്പൊ ആ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ബഹുമതി, അല്ലെങ്കിൽ എന്താ പറയാ ഒരു അവാർഡ് നേരെ ഗിരീഷ് കൊണ്ട് കൊടുക്കാന്, അല്ലെങ്കിൽ ഞാൻ പറയുന്നുള്ളു ആ ഒരു രീതിയിലുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ് മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണെങ്കിലും ഇറങ്ങിയ പടമാണെങ്കിലും എല്ലാം, ഇനി വരാനുള്ള കുറെ പടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാം ഒരു എന്താ പറയാ ഒരു ഫീൽ ഗുഡ് ടച്ചും, അതുപോലെ തന്നെ എല്ലാവരും സാധാരണക്കാരനാണ്. പക്ഷെ സാധാരണക്കാരൻ തന്നെ പിന്നെ വായു തന്നെ, എല്ലാവർക്കും പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ടൈപ്പ് തന്നെ ഒരു മൂവീസ് ആണ് അദ്ദേഹത്തിന്റെ ഇറങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രേമലുവിന് ശേഷം ഗിരീഷ് വന്നതിലെ ഏറ്റവും കിടിലം മൂവി പ്രേമലു എന്ന് പറയുമ്പോൾ അത്രത്തോളം അതൊക്കെ ഒരു പ്രണയമാണ് കൂടുതലായിട്ട് അതിന്റെ അകത്ത് കാണിക്കുന്നത്. പ്രണയത്തിന്റെ ബേസ് ചെയ്ത് കൂടുതലായിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് പോകുന്നതാണ് കൂടുതലും പ്രേമലു. അത് അടിപൊളി പടം തന്നെയായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ബാക്കി അതായത് ഒരു ഫീൽ ഗുഡ് പടത്തിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട്, അതായത് ഫാമിലി പാക്കേജ് ആണെങ്കിൽ ഫാമിലി ഒരേ കുടുംബത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും അതെല്ലാം കോർത്തിണക്കി അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രണയത്തിന്റെ കഥയും പറഞ്ഞു. അയ്യോ, അതൊരു വേറൊരു രീതി എഫക്റ്റ് അതേ പറഞ്ഞ് സിനിമ കണ്ടിറങ്ങിയപ്പോ എനിക്ക് കിട്ടിയത്. അത് പറയണേക്കാട്ടും നല്ല നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നല്ല ഞാൻ പറയാനുള്ളത്. ഇത് ഓരോരുത്തരുടെയും പേര് എഫക്റ്റ് പറയണം.
എടുത്ത് പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. അമ്മാതിരി പെർഫോമൻസ് ആണ് ഓരോരുത്തരും കാഴ്ചവെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഓരോരുത്തരുടെ പെർഫോമൻസ് ഞാൻ എടുത്തെടുത്ത് കാണിയായിരുന്നു. ഞാൻ പറയാം, ഉറക്കപ്പിച്ച് കയറിയോണ്ട് ഞാൻ പറഞ്ഞ പടത്തിന്റെ അല്ലെങ്കിൽ ആ പടം കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്നുള്ള മൈൻഡ് സെറ്റ് ചിലപ്പോൾ മാറും എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് കയറിയത്. ചായ കുടിച്ചിട്ട് കയറിയിട്ട് ഒരു തുടക്കത്തിൽ ഞാൻ കയറി ചെറിയ ഉറക്കം മഞ്ഞ പോലെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിരിക്കാനായിട്ട് അല്ലെങ്കിൽ ചിരിക്കണ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കണ്ട് തുടങ്ങിയപ്പോ സത്യം പറയാണ്ടല്ല, നമ്മളത് ഉറക്കം എന്നുള്ളത് മറന്ന് പിന്നെ ഫുള്ള് കോൺസെൻട്രേഷൻ സിനിമ എന്നുള്ള രീതിയിലായിപ്പോയി. ഒമ്മാതി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഓരോരുത്തരുടെ സംവിധായകന്റെ കാസ്റ്റ്, അത് അഭിനയിച്ചിരിക്കുന്നവരെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയണം. അതിലെ പറയുന്ന പടത്തിന്റെ ഡയറക്ടർ ഗിരീഷ് ഷേഡി. എന്റെ പൊന്നു ബ്രോ, നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു മലയാള സിനിമയിൽ ജിസ്റ്റോയ്ക്ക് ശേഷം ഒരു ഫീൽ ഗുഡ് പടത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയാം. ആ ഒരു ടൈപ്പ് കാറ്റഗറിയിലുള്ള സിനിമകളാണ് നിങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഗിരീഷ് ഷേഡി എന്റെ പൊന്നെ, അമ്മാതിരി ലെവൽ ഫിലിം മേക്കിംഗ് ആണ് മച്ചാനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഗിരീഷ് ഷേഡിയും കിരൺ ജോസ് കൂടിയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത് പടം. പിന്നെ കാസ്റ്റ് നിവിൻ പോളി. എന്താ പറയാ മച്ചാന്റെ അവസാനം സത്യം പറഞ്ഞ ഒരു ഫുൾ ഒരു പാക്ഡ് ആക്ഷൻ കോമഡിക്ക് കോമഡി. തോന്നണ പ്രേമം കഴിഞ്ഞിട്ട് എനിക്ക് അത്രത്തോളം മറക്കായ ഒരു സിനിമ നിവിൻ പോളിന്റെ ഉണ്ടാ. ഇതേപോലത്തെ ഒരു പാക്ഡ് മൂവി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് പശ്ചാത്തലോ അറിയാൻ മേല. പ്രേമത്തിന്റെ ആ ഒരു എഫക്റ്റ് എന്താ വെച്ചാൽ എന്താ പറയാ, പ്രണയത്തെ പറ്റിയും കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫ്രണ്ട്ഷിപ്പും കോളേജിലൊക്കെ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അതുപോലെ തന്നെ നമുക്കൊരു ഫീൽ തന്നെ മറ്റൊരു മൂവി നിവിൻ പോളിയുടെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ മേല. ആ ഒരു ഫീൽ കിട്ടിയ മറ്റൊരു മൂവി ഇതാണെങ്കിൽ ഇദ്ദേഹത്തിലെ കുടുംബ യൂണിറ്റ്, അതാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അമ്മാതിരി പെർഫോമൻസ് സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിവിൻ പോളി കാഴ്ചവെച്ചിരിക്കുന്നത്. നിവിൻ പോളി എന്താണ് അത്, ആ ക്യാരക്ടറായിട്ട് വരുമ്പോൾ നമുക്കത് ആ ക്യാരക്ടറിന് വേണ്ട എന്താണ്, ഒരു സാധാരണ വീട്ടില് സാധാരണ ചെറുപ്പക്കാരൻ നോർമലി കാറ്ററിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അതില് ആ ക്യാരക്ടറായിട്ട് വന്നിട്ടില്ല. നമ്മൾ ചിലപ്പോ നമ്മള് തന്നെ അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് കാണും, അല്ലെങ്കിൽ ആ ഒരു ഫീലൊക്കെ തോന്നുന്നത് ഇതിലുള്ള പെർഫോമൻസ് ആണ് നിവിൻ പോളിയുടെ ഭാഗത്ത് നിന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് തോന്നും പെട്ടെന്ന്. ആ ഒരു പെർഫോമൻസ് രീതി വെച്ചിട്ട് നിവിൻ പോളി ബ്രില്യന്റ് ആയിട്ട് തന്നെ ആ ക്യാരക്ടർ എഴുതി വെച്ചിട്ടുണ്ട്. മമിത ബൈജു, ദ ഹീറോയിൻ ഓഫ് ദ മൂവി. എന്റെ സാറേ, തമിഴിൽ പോയി വിജയോടൊപ്പം ചെയ്ത് സൂര്യയോടൊപ്പം ചെയ്തത് എന്റെ അളിയ ടോപ്പ്ന്ന് വെച്ചാൽ അമ്മാതിരി പെർഫോമൻസ് ആണ്. സത്യം പറഞ്ഞ ആ ക്യാരക്ടർ സൂര്യയുടെ കൂടെ ട്രെയിലർ വന്നപ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും ഓവറായിട്ടുള്ള ക്യാരക്ടർ അല്ലേ, വെറുപ്പിക്കുമെന്ന് ഓർത്താണ്. പക്ഷെ അത് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ അകത്ത് വരുമ്പോ ഒരു അറിയാല ഫീൽ ഗുഡ് പോലെ ഒരു സാധാരണ മലയാളി പെൺകുട്ടിയായിട്ടാ ഇതിനകത്ത് വേണ്ടത്. എന്നാ പറയാ, അടിപൊളിയായിട്ട് തന്നെ എന്താണ് ചില സിറ്റുവേഷനിൽ എന്താ പറയാ, നമുക്കതുപോലെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിന് ആഗ്രഹിച്ചു വന്ന ടൈപ്പിലുള്ള ഒരു പെർഫോമൻസ് പറയാ. നമുക്കൊരു ലവറായിട്ടാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരാളായിരുന്നു നമ്മൾ ആഗ്രഹിച്ചു. ആ ഒരു പെർഫോമൻസ് ആണ് മമിതയുടെ ഭാഗത്ത് നിന്ന്. പിന്നെ സംഗീത് പ്രതാവ് നമ്മുടെ എഡിറ്ററായിട്ടാണ് വന്നത്, ഫീമെയിലാക്കി കയറിയത്. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഹൃദയപൂർവ്വം മൂവിയില്ലേ മോഹൻലാലിന്റെ, അതിൻ്റെ അകത്ത് മോഹൻലാലിന്റെ ഒപ്പം നടക്കുന്ന ഒരാളാണ് സ്കെൽറ്റിസാണ്. മച്ചാനാണ് സംഗീത് പ്രതാപ്. എഡിറ്ററായിട്ടാണ് അദ്ദേഹം സിനിമയിലായിട്ട് വന്നത്. പിന്നെ നൈസ് പിന്നെ ആക്ടർ പിന്നെ അങ്ങോട്ട് എന്താണ് പടത്തിന്റെ അല്ലെങ്കിൽ സംഗീത സംവിധായകൻ അല്ലെങ്കിൽ സംഗീതത്തിന് അല്ലെങ്കിൽ എന്താണ് വരികൾ നൽകുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെ സെറ്റപ്പ് പല കാറ്റഗറിയിലായിട്ട് സിനിമയിലേക്ക് പോയി. പക്ഷെ നടൻ എന്ന രീതിയിൽ വന്നിട്ട് എന്താ പറയാ, പെർഫോമൻസ് എന്ന് വെച്ചാൽ അടിപൊളി. ചില നേരത്തെ അദ്ദേഹത്തിന്റെ എന്നൊക്കെ ഒരു ഇതെന്തുണ്ട്, ഇതൊരുപ്പോ എന്താ പറയാ ഇമോഷൻ സീനൊക്കെ ഒരു പ്രത്യേക ഒരു എന്താണ് ആ ക്യാരക്ടറിന് വേണ്ടിയുള്ള സംഭവം കൊടുക്കുന്നുണ്ട്. അത് കിട്ടില്ലാണ് അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. അത് സംഗീതിന്റെ ഒരു എന്താണ് ഒരു ലാൻഡ് മാർക്ക് അല്ലെങ്കിൽ പറഞ്ഞ ഒരു മാസ്റ്റർ പീസ് എന്നൊക്കെ പറയല്ലേ,
ആ സാധനമാണ്, അത് അടിപൊളിയാണ്. പിന്നെ അഭിരാമി രാധാകൃഷ്ണൻ അത് ഒരു പടം പറയാനായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയില്ല. അത്യാവശ്യം നല്ല മൂവി കാര്യങ്ങളൊക്കെ ആറ്റിയിട്ടുള്ളതാണ് അഭിരാമി. പറയുന്നത് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലായല്ല. അപ്പൊ ഷാജി പാപ്പനെ തേച്ചിട്ട് ഒരു മേരി, ആ ക്യാരക്ടർ തന്നെ നടി ആണ് ഇതിന്റെ അത്. കൊള്ളാം, നല്ല പെർഫോമൻസ് ആണ് കാര്യം. പിന്നെ റോഷൻ ഷാനവാസ്, പേര് റോഷൻ ഷാനവാസ് ആരാന്നറിയാൻ പറയാം, പേര് നോക്കട്ടെ. ഈ റോഷൻ ഷാനവാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരിചിതമായിട്ടൊരു പടം പറയണമെങ്കിൽ നമ്മുടെ രോമാഞ്ചത്തിലുണ്ട്, പിന്നെ ആവേശത്തിലുണ്ട്. ആദ്യത്തെ നമ്മുടെ അതായത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആ നടന്റെ, അല്ലെങ്കിൽ നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ വെച്ച് പരിചിതമായിട്ടുള്ള മുഖം, ആ നടൻ പേര് എനിക്കറിയാൻ പറ്റില്ല. അതിന്റെ ഒരു ഓപ്പോസിറ്റ് കൂട്ടുകാരൻ എന്ന നിലയിൽ വന്നതാണ്. പിന്നെ മോളിവുഡ് ടൈംസിൽ നെസ്ലിന്റെ ആ കൂട്ടുകാരാണ് കൂടുതലായിട്ട് പെട്ടെന്ന് കണക്ട് ആണെങ്കിൽ, ആ മോളിവുഡ് ടൈംസിൽ നെസ്ലിന്റെ കൂട്ടുകാരനായിട്ട് വന്ന ആക്ടറാണ് റോഷൻ ഷാനവാസ്. പിന്നെ വിനീത് വിശ്വം മറ്റേ നമ്മുടെ പണ്ട് തൊട്ടുള്ള ഗിരിശ്ശേരി സിനിമകൾ എല്ലാത്തിലും ഉണ്ട്. അതായത് എന്താണ് ഗിരിശ്ശേരിയുടെ സിനിമകള് ഫസ്റ്റ്, അതായത് തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഇവന്റെ നമ്മുടെ മെയിൻ ക്യാരക്ടർ ആരാന്ന്, മാത്യുവിന്റെ ചേട്ടച്ചാരായിട്ട് തന്നെ. അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹം മുടക്കില്ലാതെ എല്ലാ സിനിമയിലും ഗിരീശ്വര പടത്തിലുണ്ട്. പ്രേമലുവിന്റെ അകത്ത്, അതായത് നമ്മുടെ JK കിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ കളി, അതായത് ശ്യാം മോഹനെ കളിയാക്കും. ഒരു പെപ്പർ സ്പ്രേ എന്തിനാന്ന് ചോദിക്കുമ്പോ ഓംപ്ലേറ്റ് അടിച്ച് അതിന്റെ ചുരുട്ടി പടക്കി തിന്നാനെന്നൊക്കെ പറഞ്ഞ് ശ്യാം മോഹനെ കളിയാക്കുന്ന ഒരു ആക്ടറാണ്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്താണ് സിനിമയിലായിട്ട് വന്നത്. മെയിനായിട്ട് പറയാനാണെങ്കിൽ ഷമീർ ഖാൻ എന്റെ ഉമ്മ കിടിലൻ, അറിയാല്ല ആ രീതിയിലെ ഡയലോഗ് ഡെലിവറി, കോമഡി എല്ലാം അടിപൊളിയാണ്. പിന്നെ ബിന്ദു പണിക്കരുണ്ട്, തങ്കമ്മ മോഹൻ, വിക്കിൽ പ്രകാശ്, അതായത് നമ്മുടെ നിവിൻ പോളിയുടെ അച്ഛനായിട്ട് വന്ന ക്യാരക്ടറാണ്. പണ്ട് തൊട്ടുള്ള ആക്ടറാണ്, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫഹദ് ഫാസിലും ദിലീഷ് ബോസും ശ്യാം പുഷ്കർ, ബെന്നി കട്ടപ്പന, ജോസ് വിജയ് എന്നൊക്കെ ചേർന്ന് ഇവരെല്ലാരും കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കൊടുത്തത്. ഇത്രയും പേരാണ്. കമ്പോസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ്. എന്റെ അളിയ കിടിലൻ കമ്പോസിങ് ആയിരുന്നു, കിടിലൻ മ്യൂസിക് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രഫി അജിമൽ സാബുവാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. എഡിറ്റ് ചെയ്തിരിക്കുന്ന അക്ഷയ് ജോസ് വർഗീസ് ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറയണ്ട, പടത്തിന്റെ ഈച്ച് ആൻഡ് എവരി ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൊണ്ട് കിടിലം പടം. ഈ ഓണം സത്യം പറഞ്ഞ ഖലീഫ എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് മൂവി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ പറഞ്ഞ അത് ഒരു മാസ് ആക്ഷൻ കാറ്റഗറി വന്ന മൂവിയാണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വേറൊരു കാറ്റഗറിയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് അത്ര ഒരു ഫുള്ളി തൃപ്തികരമായിട്ട് ഇറങ്ങി വരാം, അല്ലെങ്കിൽ ഫുള്ള് ഓക്കെ, അല്ലെങ്കിൽ പടം മൊത്തത്തിൽ ഓക്കെ എന്ന് പറയാനായിട്ട് ഒരു ഇതില്ല. അത് കൊള്ളാം, മോശം എന്ന് പറയാനില്ല, കൊള്ളാം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയത്. സിനിമ ഇഷ്ടപ്പെട്ട്, മോശമായിട്ടൊന്നും കാണില്ല. പക്ഷെ ഇച്ചിരി പൊടിക്കാൻ കൂടി നമ്മൾ കണ്ടു പറഞ്ഞ കഥ പശ്ചാത്തലാണ്. അപ്പൊ നമുക്ക് അത്രത്തോളം അത് കണ്ട് മടുത്തായോണ്ട് പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് BGM കാര്യങ്ങളൊക്കെ വെച്ചാണ് പടം ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഓക്കെ എന്നുള്ളൊരു അവസ്ഥയെ നമ്മളെ പടം ഇറങ്ങിയത്. ഇത് ഓണം ഏത് തൂക്കിയെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എനിക്ക് പറയാനുള്ളത്. ഓണം തൂക്കി ബത്ലഹേം കുടുംബ യൂണിറ്റ്, നിവിൻ പോളി നായകനായിട്ട് വരുന്ന മൂവി, ഇത് തൂക്കിയെന്ന് ഞാൻ അടിച്ചു പറയാണ്. അമ്മാതിരി പടം, ഫുള്ള് ചിരിച്ചിരിച്ച് കണ്ണ് നിറഞ്ഞു വരെ പോയ എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. നിങ്ങൾ എന്തായാലും പോയി പടം മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം പറയാം. ഓക്കെ.